ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊബാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ മഴ തോറും മുമ്പേ സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ബോർഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ലൈക്കിനൊപ്പം ഒരു ഹൈപ്പും കൂടെ നമുക്ക് കയറി വരും അല്ലേ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അപ്പായി പോകണമെങ്കിൽ നിങ്ങളുടെ ഈ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രന് നമ്മുടെ വൈജയന്തി ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അല്ലേ. അതായത് ഈ പെര കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാഴ വിട്ടണു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മകൻ്റെ ഇത്രയും വലിയൊരു അവസ്ഥ കണ്ടിട്ട് തളർന്ന ഒരു മനുഷ്യനാണ് ബാലചന്ദ്രൻ. ആ മനുഷ്യൻ്റെ മനസ്സിന് ഒന്നുകൂടെ തീ കോരിയിടും കണക്ക്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരമ്മ എന്ന രീതിയിൽ രണ്ട് കാലും ഒരു കൈ ഒടിഞ്ഞ് കിടക്കുകയാണ്. തനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയാണെങ്കിലും താൻ നൊന്ത് പ്രസവിച്ച ഒരു മകനാണ് ആ രോഹിത്. അപ്പോൾ ആ ജയിലിൽ കിടക്കുമ്പോൾ എന്തായിക്കോട്ടെ, ഭർത്താവിനോട് ബാലേന്ദ്ര എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരുമിച്ച് നിന്ന് വേണ്ടേ ആ കുട്ടിയുടെ ഭാവി. അപ്പോൾ അതിനേക്കാളൊക്കെ അവർക്ക് വലുത് ബാലചന്ദ്രൻ്റെ അവിഹിതം ഒരു മകൾ വന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിവാഹമോചനം വേണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കല്യാണത്തിന് മുന്നേ മറ്റൊരുത്തനുമായിട്ട് നടന്ന് അതിലൊരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് ഇത്രയും പെർഫെക്റ്റ് പറയാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? അപ്പോൾ നമ്മൾ നമ്മുടെ പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വൈജയന്തി ചെയ്തത് ഒരുപാട് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒട്ടും ശരിയായിട്ടില്ല ആ ഒരു ചെയ്ത ഒരു രീതി, ആ അവസ്ഥയിൽ. അപ്പോൾ ഒന്നുകൂടെ ബാലചന്ദ്രന് വാശി കൂടെയാണ് വൈജയൻ്റെ അടുത്ത്. ഒന്നാമത് മകൻ്റെ ഈ അവസ്ഥ വന്ന് 2 അറ്റാക്ക് വന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ടും ആ വൈജയന്തിയോടുള്ള ആ ഒരു ദേഷ്യത്തിനൊക്കെ ഒരു ശമനം വന്നു. കാര്യം ഇപ്പം അതൊന്നും നമുക്കിട്ട് പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട സമയമല്ല. മകനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് പല വാതിലുകളും ചെന്ന് മുട്ടി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. ഷോപ്പുകൾ തുറക്കാൻ പറ്റുന്നില്ല, ആൾക്കാരെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെയുള്ള പല കൺഫ്യൂഷനിലൊക്കെയാണ് പുള്ളിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ വൈജയന്തി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യണത്. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ അലീനെ വിളിച്ച് നമ്മുടെ മനുവിനോട് പറഞ്ഞായിരുന്നല്ലോ, അതായത് മനുവേട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം അമ്മ, അതായത് വൈജയന്തി കോടതിയിൽ വരികയാണെങ്കിൽ നാറ്റിച്ച് വിടുന്ന രീതിയിൽ തന്നെ അച്ഛൻ പെരുമാറും. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ കൂടെയുള്ള എല്ലാ ദേഷ്യവും, അതാ A to Z പല കാര്യങ്ങളും കഥകളും ഒക്കെ അമ്മയുടെ മുമ്പിൽ കോടതി മുമ്പാകെ വിളിച്ചു പറയുമെന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ മനു ആണ് രാജീവിനെ പോയി കാണുന്നത്. അപ്പോൾ രാജീവിൻ്റെ അടുത്ത് കമലയും നമ്മുടെ ശിവനും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. വൈജയന്തിയുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് വൈജയന്തി എന്ത് ചെയ്താൽ മാറില്ല. അങ്ങനെ രാജീവ് വീട്ടിലെത്തുകയാണ്. നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബബിത ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. രാജീവിനെ കണ്ടിട്ടൊന്നും വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് എന്നെ കണ്ടിട്ടൊന്നും ഒരു വലിയ മൈൻഡൊന്നും ഇല്ലല്ലോ, ഒരു പുച്ഛഭാവം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഒന്നുമില്ല എന്ന് പറയുന്നത്, നീ ഇവിടെ ഒന്നും അല്ലേ, നിൻ്റെ സഹോദരൻ ജയിലിൽ, നിൻ്റെ അമ്മ ആശുപത്രിയിൽ, ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ നിൻ്റെ അമ്മ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചേക്കണു നിൻ്റെ അച്ഛന്. എടി, നീയും നിൻ്റെ അമ്മയെ കഴിഞ്ഞാടി നടക്കണതിൻ്റെ ഭവിഷ്യത്ത് ബാക്കിയുള്ളവരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിനക്കറിയുമെന്ന് ചോദിച്ചു. ഇത് അങ്കിൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിച്ചു. ബബിത പറയുന്നുണ്ട്, നീയും നിൻ്റെ അമ്മയൊന്നും ശരിയല്ല, അത് തന്നെ കാര്യം. കുടുംബമോ മറ്റൊന്നും നോക്കണില്ല, എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്കെല്ലാം വെല്ലുവിളിച്ച് നടക്കുന്നു. അമ്മ ഡൈവേഴ്സ് എന്നെ നോട്ടീസ് അയക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞല്ലോ. അച്ഛന് അലീനയുടെ കാര്യം, അവളെ ഇവിടെ നിർത്തണമെന്നുള്ളത് എന്താ ഇത്ര വാശി എന്നൊക്കെ പറയും. എടി, അലീനയുടെ കൂടെ നീയൊക്കെ എന്തിനാടി ഈ വാശി കാണിക്കണേ എന്നൊക്കെ ചേർത്ത് രാജീവ് അങ്ങോട്ട് കുറേ പറയണം ബബിതേനെ. നീ ശരിയല്ല, നിൻ്റെ അമ്മ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവിടെ മോട്ടിക്കാനൊന്നും വന്നതല്ല, നിനക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാ, നിൻ്റെയൊക്കെ ജീവിതങ്ങൾ തൊലഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ് വന്ന് അങ്ങേരെ കാല് പിടിക്കാൻ വേണ്ടി വന്നേക്കണേ എന്നൊക്കെ പറയണം. അപ്പം ബബിതയ്ക്ക് ആകെ ഒരു എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്, ഈ രാജീവ് എന്തിനാ എന്നെ വെച്ചെടുക്കണോ എന്നൊക്കെയുള്ള ഒരു ഭാവം. അങ്ങനെ നമ്മുടെ അലീന
നോക്കിയപ്പോൾ രാജീവ് വന്നേക്കുക. അപ്പോൾ അങ്കിൾ എപ്പോഴാണ് എത്തിയെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയുള്ളൂ മോളെ, ബാലേന്ദ്രൻ എന്ത് മേളിലുണ്ട്, ഞാൻ വിളിക്കാം അങ്കിളെ, ഇരിക്കാൻ പറയാം, ചായ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് രാജീവ് അവിടെ ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ വരെയാണ്. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രൻ അലീന ചെന്ന് പറയുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓരോരുത്തരായിട്ടൊക്കെ വന്ന് വരാൻ തുടങ്ങി അല്ലേ, പെങ്ങളുടെ ഡൈവേഴ്സ് നോട്ടീസിൻ്റെ ആഘാതം അത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം. അങ്ങനെ രാജീവ് വന്നു ബാലേന്ദ്രനുമായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ രാജീവ് പറഞ്ഞു, ബാലേന്ദ്ര, അവൾ കൂടെ എത്ര ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവൾ ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും ജെനുവിനായിട്ടുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ബാലചന്ദ്രൻ ഒരു കാര്യം ചെയ്യണം, ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മക്കളുടെയും ഭാവി അങ്ങും ഇങ്ങുമായി അത് വെണ്ണീറായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ബാലചന്ദ്ര വക്കീലിനെ കാണുകയോ അല്ലെങ്കിൽ കോടതി വരികയോ ഇതിന് ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്യരുതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, പെങ്ങൾക്ക് വേണ്ടിയിട്ട് ആങ്ങളെ വന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ കൊള്ളാം, 22 വർഷമായിട്ട് ഞാൻ നീറി അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് അവളെ ഞാൻ കോടതിയിൽ കയറ്റി ഉരിപ്പിക്കും ഞാൻ അവളെ, എന്ന് വെച്ചാൽ വരുത്തും. ഞാൻ സ്റ്റാൻലി എന്ന് പറയണവനെ ഞാൻ വരുത്തിക്കും. അവൻ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവനെ വരുത്തിക്കും. എൻ്റെ വാശിയാടോ അത്. ഇനി അതിന് വേണ്ടിയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാനായിട്ടൊന്നും ചെയ്തതല്ലല്ലോ, ആണോ? നിങ്ങളുടെ പെങ്ങൾ തന്നെ. അവൾക്ക് വല്ല അഹങ്കാരത്തിന് എന്തെങ്കിലും ലേശം അവൾക്ക് കുറവുണ്ടോ? അവളെ സ്വന്തം മോൻ ജയിലിൽ കിടക്കുകയാണ്. എന്നാൽ ബാലേന്ദ്ര, നമ്മൾ എന്താ ചെയ്യേണ്ടേ? അതുപോലും അവൾ ചോദിക്കില്ല. അവൾക്ക് കിടന്ന കിടപ്പിലാണ് എല്ലാം സാധിക്കുന്നത്. എന്നിട്ട് കൂടി കിടപ്പിൽ കിടന്നുകൊണ്ട് അവൾക്ക് ഡൈവേഴ്സിന് പോകാനാണ് അവൾക്ക് താല്പര്യം. അവളുടെ സേഫ്റ്റി ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നിനും പോയതല്ല, അവൾ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അവളെ നാറ്റിച്ചിരിക്കും, അത് കണിശം ഒരു മാറ്റവും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പറയണം. അപ്പോൾ രാജീവ് പറയാവുന്നിടത്തോളം പറഞ്ഞു. രാജീവ് പറഞ്ഞു, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഒരു കുടുംബം ഛിന്ന ഭിന്നമായി പോകരുത് എന്നോർത്തിട്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രാജീവ് പറയുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ അടുക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ രാജീവ് അവിടെ നിന്ന് നേരെ നമ്മുടെ ശിവശങ്കറിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശിവേട്ടാ, ബാലചന്ദ്ര അമ്പിനും വില്ലിനൊന്നും അടുക്കില്ല. ശിവേട്ട ഒരു കാര്യം ചെയ്യുക, ഇപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് വാ, വൈജയന്തിയെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതെങ്ങനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നിൽക്കില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ശിവശങ്കരൻ പറഞ്ഞു, അവളുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല രാജീവേ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ? പിള്ളേർ ജയിലിൽ, അതൊന്നും അവൾക്ക് വിഷയമല്ല. അവൾക്ക് ഈ സമയവും അവൾക്ക് കെട്ടിയോനെ ഡൈവേഴ്സ് ചെയ്യണ കേസിനെ കുറിച്ച് പറയാനേ അവൾക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവ് പറഞ്ഞു, എന്തായാലും നമുക്ക് അവളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ വൈജയന്തിയെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് വൈജയന്തിയെ കണ്ടു. വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞു, നീ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചല്ലേ എന്ന് പറഞ്ഞു. അയച്ചു, അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്ന കേസാണല്ലോ. എടി, നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നീ ഈ ഡൈവേഴ്സ് നോട്ടീസ് അയക്കണേന്ന് നമ്മുടെ രാജീവ് ചോദിക്കുകയാണ്. എന്ത് മനസ്സിലാക്കാൻ? അയാളും അയാളുടെ അവിഹിതത്തിലുണ്ടായ മകളും കിടക്കുന്നിടത്ത് ഞാൻ പോയി പട്ടിയെപ്പോലെ ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയണത്? അപ്പോൾ രാജീവ് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ കൂടി നിന്നോട് പറയുകയാണ്, നീ വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നീ കല്യാണത്തിന് മുമ്പേ എങ്ങനെയൊക്കെ നടന്നവളാടി? നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അല്ലേ? നീ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയോ? എന്തായാലും ഞാൻ പ്രസവിച്ചു എങ്കിലും എൻ്റെ കുഞ്ഞൊന്നും അവകാശം ചോദിച്ച് ഇവിടെ വന്നിട്ടില്ല, അവിഹിതത്തിലുണ്ടായെങ്കിൽ തന്നെ എന്നുള്ളൊരു വീരത്തോടു കൂടി വൈജ പറയണം കേട്ടോ. അപ്പോൾ രാജീവ് ശിവന് മുഖത്തോട് മുഖം നോക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ കിടന്നെങ്കിലും സത്യാവസ്ഥ അറിയാണ്ടാണ് ഈ കിടന്ന് പറയണത്. താൻ 10-22 കൊല്ലം വേറൊരു കാമുകനിൽ ഉണ്ടായ കുഞ്ഞാണ് അലീന എന്നുള്ള സത്യം വൈജയന്തി അറിയുന്നില്ല. അത് മനസ്സിലാക്കാണ്ടാണ് വൈജയന്തി സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ശിവനും രാജീവനും കൂടെ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും വൈജയെന്ന് പറയും. ഞാൻ അനുഭവിച്ചോളാം, അല്ലെങ്കിലും എൻ്റെ ആങ്ങളമാരൊന്നും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ. അത് നിങ്ങൾ പണ്ടേ പ്ലേറ്റ് മാറിയ കാര്യം എനിക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ അലീനയുടെയും ബാലേന്ദ്രൻ്റെയും വശത്ത് നിന്നോ എൻ്റെ ആങ്ങളമാരെ എൻ്റെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ അടുത്ത് പറയാവുന്നതിനെ
കൂടുതൽ നമുക്ക് മാക്സിമം നിൻ്റെ കാല് പിടിച്ച് പറയുന്ന പോലെ ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് നീ പിൻവലിച്ച് നീ മര്യാദയ്ക്ക് രോഹിത്തിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ളത് ബാലേന്ദ്രനുമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ ഈ ഡൈവേഴ്സും വാങ്ങിയിട്ട് ഞാൻ അന്തസ്സോടെ ഞാൻ ജീവിക്കും, എനിക്ക് ആരെ സപ്പോർട്ടും വേണ്ട, ഞാൻ അന്തസ്സോടെ എൻ്റെ മക്കളെയും വിളിച്ചിറക്കി ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. ഈ ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വൈജയന്തിക്ക് രോഹിത്തും ബബിതയും വൈജയുടെ കൂടെ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തറവാട്ടിൽ പോവില്ല, ഒരു വീടൊക്കെ എടുത്ത് പ്രത്യേകം താമസിക്കാം, ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് വൈജയന്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യം, പക്ഷേ വൈജ ഈ ഒരു രീതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, കാരണം നാട്ടിലും ഇപ്പം തന്നെ മകൻ വരുത്തി വെച്ച പേരുദോഷം നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ അവിഹിത കഥയും കൂടെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ രാജീവ് ചോദിക്കുന്നുണ്ട്. അല്ല, രാജീവ് നമ്മളെ ബാലചന്ദ്രനോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് രാജീവ്, ബാലേന്ദ്ര ഇപ്പോൾ തന്നെ നമ്മൾ നാറേണ്ട രീതി നാറിക്കിടക്കുക, ആ സമയത്ത് ഇനി ഈ ഒരു പ്രശ്നം കൂടെ ആയിട്ട് വൈജയനെയും കൂടെ വലിച്ചടിച്ച് ആ ഒരു നാറ്റക്കേസും കൂടെ അറിയിക്കണമെന്നൊക്കെ അന്ന് രാജീവ് ആ ബാലേന്ദ്രനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു അറിയണം, എല്ലാവരും അറിയണം, അറിഞ്ഞ് അവൾ നാണം കെടണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അവസാനം വൈജയന്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു. അവരെന്തായാലും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. ഇനിയിപ്പോൾ വൈജ എന്താണ് ഡിസിഷൻ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ വൈജ 100% തന്നെയാണ് നിൽക്കുന്നത്, ഒരു പിന്മാറ്റവും വൈജയന്തിയെ സംബന്ധിച്ചില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാം മടതൂര് മുമ്പേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ്. വൈജയന്തി കോടതിയിൽ കയറേണ്ടി വരുമോ, കയറിയാൽ ഏത് രീതിയിലായിരിക്കും ബാലചന്ദ്രൻ പ്രതികരിക്കുക, കണ്ടു തന്നെ അറിയാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. നമ്മുടെ എപ്പിസോഡ് പ്രമോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. ലൈക്ക്, ഹൈപ്പ്, സബ് മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.